അടുത്തൊരു തുറമുഖമുണ്ട് കാസർഗോഡ്. ഉദ്ഘാടനം കഴിഞ്ഞ 6 വർഷം പിന്നിട്ടിട്ടും തൊഴിലാളികൾക്ക് പ്രയോജനമില്ലാതെ കിടക്കുകയാണ് മഞ്ചേശ്വരത്തെ മത്സ്യബന്ധന തുറമുഖം. 100 കോടിയോളം വകയിരുത്തിയാണ് 2015-ൽ തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കാസർഗോട്ടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷയായ മഞ്ചേശ്വരം ഹാർബറിന്റെ 10 വർഷം കഴിഞ്ഞിട്ടുമുള്ള അവസ്ഥയാണിത്. മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു പദ്ധതി എന്ന് പൂർത്തിയാവുമെന്നറിയാതെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. ഉത്തര കേരളത്തിലെ മത്സ്യബന്ധന മേഖലയ്ക്കും തൊഴിലാളികൾക്കും മികച്ച അടിസ്ഥാന സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് മംഗൽപാടി പഞ്ചായത്തിലെ മുസോഡിയിൽ 2015-ൽ ഫിഷറീസ് വകുപ്പ് മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം ആരംഭിച്ചത്. മീൻപിടുത്ത തൊഴിലാളികൾക്ക് കടലിൽ പോകാനും വള്ളങ്ങൾ സൂക്ഷിക്കാനും മത്സ്യമിറക്കാനും വിപണനം ചെയ്യാനും ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. എന്നാൽ 2020-ൽ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തെങ്കിലും പ്രദേശത്തെ ഭൂരിഭാഗം വരുന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു തുറമുഖം. നാട്ടുകാരുൾപ്പെടെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതിയാണ് ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. മഴക്കാലത്ത് നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ മീൻവല തുന്നാൻ ഉപയോഗിക്കുന്ന താൽക്കാലിക ഇടം മാത്രമായി മാറിക്കഴിഞ്ഞു ഈ തുറമുഖം. നമ്മുടെ ഈ മഞ്ചേശ്വരം പ്രദേശത്തുള്ള ഉപ്പള, മുസോടി, അദീക്ക് ഹാർബർ എന്ന് വരുമ്പോൾ നാട്ടുകാർക്ക് മൊത്തം നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു. നല്ല ഹാർബർ വരുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. അതിന് മുന്നോടിയായി ഒന്നും ഇവിടെ വികസനമായിട്ട് ഒന്നും കാണുന്നില്ല. ഈ ഹാർബറിനിട്ട് ഒരു ഗുണമില്ല. എന്നിട്ട് ഓടം വന്നിട്ട് അവിടെ നിർത്തുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിർത്താനുള്ള വെള്ളം പോലും ഇല്ല. മൊത്തം പൊയ്യെ കെട്ടി നിന്നിട്ടുണ്ട്. ആ പൊയ്യ എടുക്കാനുള്ള സംവിധാനം പോലും ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നെ ജെട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇതുവരെയൊക്കെ ആയിട്ട് ജെട്ടിയില്ല. നമ്മളൊക്കെ പുഴയിലാണ് കൊണ്ടിട്ട് ഓടം വെക്കലാണ്. വളരെ കഷ്ടത്തിലാണ് ഇവിടെ ഉള്ളത്. ചെറിയ വള്ളങ്ങളും തോണികളും ഏറെയുള്ള പ്രദേശത്ത് നിർമ്മിച്ച തുറമുഖത്ത് ബോട്ട് ജെട്ടിയിൽ വലിയ വള്ളങ്ങൾക്ക് മാത്രമേ അടുക്കാനാവൂ. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ കൂടി ലക്ഷ്യം വെച്ച് നിർമ്മിച്ച തുറമുഖത്ത് ഇവരുടെ തോണി അടുപ്പിക്കാനാവുന്നില്ല. ജെട്ടിയുടെ ഉയരം കാരണം ചെറുവള്ളങ്ങളും തോണികളും ഇവിടെ അടുക്കില്ല. മംഗളൂരു, ഉള്ളാൾ, കാഞ്ഞങ്ങാട്, കുമ്പള, കാസർഗോഡ് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് കടലിൽ പോകുന്നുണ്ട്. ഇപ്പം നല്ല മഴക്കാലം വന്നാൽ മണൽ വന്ന് കൂടും. അപ്പോൾ നമുക്ക് വലിയ വെള്ളക്കാർക്ക് പോകാനും വരാനും പറ്റുന്നില്ല. പിന്നെ രണ്ടാമത് വെച്ചാൽ നമുക്ക് ഈ ഹാർബർ ഉണ്ടാക്കിയിട്ട് ജെറ്റ് ശരിയായ രീതിയിൽ ജെറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അത് കുറച്ച് താഴ്ത്തി കൊട്ടിയിട്ട് നമ്മളെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മീൻ വന്നാൽ മീൻ ഇറക്കാൻ പറ്റണം. അതിവിടെ ഉണ്ടാക്കുന്നില്ല, സാധിക്കുന്നില്ല. എല്ലാ തോണിക്കാരും അപ്പുറം പോയിട്ടാണ് ഉണ്ടാക്കുന്നത്, മീൻ കാലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ചെറിയ വള്ളങ്ങൾ അടുപ്പിക്കാൻ പറ്റുന്ന വിധം തുറമുഖത്തോട് ചേർന്ന് തൊട്ടടുത്ത ഹൊസബട്ടുവിലും ഓരോ ചെറിയ ജെട്ടി നിർമ്മിക്കണമെന്ന ആവശ്യം തുടക്കത്തിൽ തന്നെ തൊഴിലാളികൾ മുന്നോട്ട് വച്ചിരുന്നു. മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രധാന ഭാഗമായ അഴിമുഖപ്പാലത്തിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. അഴിമുഖപ്പാലം നിർമ്മാണത്തിനും തുറമുഖത്തിന് സമീപത്തെ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 20 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് തുറമുഖ വകുപ്പ്. നബാർഡിനാണ് 2023-ൽ ഈ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുമ്പ് സർക്കാർ നടപ്പിലാക്കിയ കെടുകാര്യസ്ഥത ഉദാഹരണമായ ഒരു പദ്ധതി മഞ്ചേശ്വരത്തെ തുറമുഖം. ഒരു തോണി പോലും ഇറക്കാൻ പറ്റാത്ത ഈ തുറമുഖം എന്തിനെന്ന് ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ അധികൃതർ ബാധ്യസ്ഥനാണ്. മഞ്ചേശ്വരത്തു നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.